Meet the editors. ലഹരിയെ ചെറുക്കണ്ടേ എന്നാണ് ചോദ്യം. അഡ്വക്കേറ്റ് റിപ്പോർട്ടർ TV ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകൾ നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു, പ്രേക്ഷകരെയും. പ്രത്യേകിച്ച് കൗമാരക്കാരിൽ ലഹരിയുടെ ഉപയോഗം കൂടുന്നു. ഇന്നിപ്പോൾ 23 വയസ്സുള്ള അഫാൻ 6 മണിക്കൂർ കൊണ്ട് 5 കൊലപാതകങ്ങൾ നടത്തുകയും സ്വന്തം ഉമ്മയെ ഇപ്പോൾ ഗുരുതരമായ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കത്തക്ക തരത്തിൽ ആക്രമിക്കുകയും ചെയ്തിരിക്കുകയാണ്. മദ്യപിച്ചിട്ടുണ്ട് എന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പോലീസ് ആ വഴിക്കും അന്വേഷിക്കുന്നുണ്ട്. വലിയ വിപത്തായി മാറുകയല്ലേ? നമുക്കത് ചെറുക്കണ്ടേ? പ്രിയമുള്ളവരെ, റിപ്പോർട്ടർ TV ഇന്ന് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കടക്കുകയാണ്. ലഹരിക്കെതിരെയാണ് നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത്. റിപ്പോർട്ടർ TV ഇന്ന് മുതൽ കുറച്ച് നാളുകൾ അടുപ്പിച്ച് ഈ ഒരു ക്യാമ്പയിൻ ഏറ്റെടുക്കാം എന്ന് തീരുമാനിക്കുക. എഡിറ്റോറിയൽ എല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ് അത്. വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ ആയി ഇതിനെ മാറ്റാം എന്ന് വിചാരിക്കുന്നു. കാരണം എന്താണ്, നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗം വളരെയധികം കൂടുകയാണ്. അപ്പോൾ അതിനെതിരെ ഒരു വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ ഇല്ലെങ്കിൽ ഇത് ചെറുക്കാൻ പറ്റും എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ സാധാരണ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളത് കണ്ണടച്ച് വിടും. ഇതോടുകൂടി ഇത് അവസാനിക്കുമെന്ന് പറയും. നമ്മൾ ഒരു ഉപദേശം കൊണ്ട് അങ്ങ് തീർക്കാമെന്ന് വിചാരിക്കും. അതോടെ ഉപദേശിച്ച് നമ്മളങ്ങ് വിട്ടാൽ ഇതൊക്കെ നേരെയാവും എന്നാണ് ഒരു പരിധിയിലുള്ള ആൾക്കാർ വിചാരിക്കുന്നത്. നമ്മുടെ വീടുകളിലാണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എല്ലാം ഉപദേശം കൊണ്ട് നേരെയാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇതൊരിക്കലും ഒരു ഉപദേശം കൊണ്ട് മാത്രം നേരെയാക്കാൻ പറ്റുമെന്നുള്ളത് വിചാരിക്കുന്നില്ല. ഒരു കാരണവശാലും ഇത് ഉപദേശം കൊണ്ട് ചിലപ്പോൾ നന്നായേക്കാം. നന്നായി ഇല്ലെങ്കിൽ അത് വലിയ വിപത്തിലേക്കായിരിക്കും പോകാൻ പോകുന്നത്. കാരണം എന്താണ്, നമ്മളൊരു ഒരു സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാളെ നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മളെന്ത് പറയും, ഇതിനി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നതിനേക്കാളും അപ്പുറം അത് എന്താണോ, ആരെയാണോ അത് അറിയിക്കേണ്ടത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിനെയാണോ അറിയിക്കേണ്ടത്, എക്സൈസിനെ, പോലീസിനാണെങ്കിൽ പോലീസിനെ, എല്ലാവരെയും ഇത് അറിയിക്കുക എന്നുള്ളതാണ്. അറിയിക്കുന്നതോട് കൂടിയിട്ട് ആ പറയുന്ന ഇദ്ദേഹത്തിന് എവിടുന്ന് ഡ്രഗ്സ് കിട്ടിയെന്നും ഇതിൻ്റെ ചങ്ങല എവിടെയാണെന്നും ഇതിൻ്റെ കണ്ണി എവിടുന്ന് വന്നു എന്നുള്ളതും ഇതിൻ്റെ മാഫിയ ആരാണെന്നും വലിയ രീതിയിലുള്ളൊരു മാഫിയനെ ആയിരിക്കും ഈ പറയുന്ന നമ്മൾ ഒരാളെ കാണിച്ചു കൊടുക്കുന്നതോടുകൂടി ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ അദ്ദേഹത്തോട് ചെയ്യുന്ന വലിയൊരു നല്ല കാര്യം കൂടി അത് ആ ഒരു ഉപദേശം കൊണ്ട് ചിലപ്പോൾ നന്നായിക്കോണമെന്നില്ല. സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുന്നതിൻ്റെയൊക്കെ അപ്പുറമാണ് ഈ പറഞ്ഞ സിന്തറ്റിക്. ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും, അത് ഉപയോഗിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി കൊലപാതകങ്ങളും, കാരണം ഇവരൊക്കെ നമ്മൾ ഉപദേശിച്ച് നന്നായില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക, അതിൻ്റെ ഏറെ നമ്മളായി തീരാം. ചിലപ്പോൾ ഇദ്ദേഹം വെട്ടുകത്തിയെടുത്ത് റോഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഇര നമ്മൾ തന്നെ ആയിത്തീരാം. അപ്പോൾ അങ്ങനെ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു ഡ്രഗ്സിൻ്റെ ഉപയോഗം കേരളത്തിൽ വന്നുള്ളൂ. അപ്പോൾ അതിനെതിരെ റിപ്പോർട്ടർ TV ഒരു പോരാട്ടം തുടങ്ങുക എന്ന് പറയുന്നത് തന്നെ സമൂഹത്തെ ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ്സിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ വലിയ രീതിയിൽ ലഹരി എന്ന് പറഞ്ഞാൽ, ഇപ്പം മദ്യപാനം ലഹരി അല്ലേ എന്ന് ചോദിച്ചാൽ ലഹരിയാണ്, പക്ഷേ അതിനേക്കാൾ അപകടകാരിയാണ് ഈ പറഞ്ഞ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ പോരാട്ടം എന്ന് പറയുന്നത് മദ്യപാനത്തിനെതിരല്ല, പക്ഷേ എന്താണ്, മദ്യപാനം പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നിലപാടെങ്കിൽ കൂടെ ഇങ്ങനെയുള്ള ഈ സിന്തറ്റിക് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കാര്യം, MDMA, അതുപോലെ തന്നെ ഈ LSD, അതുപോലെ ആഷിഷോ നമ്മുടെ ഓയില്, കൊക്കൈൻ പോലെയുള്ള വലിയ രീതിയിലുള്ള ഡ്രഗ്സുകളാണ് ഇപ്പോൾ കേരളത്തിൽ യൂസ് ചെയ്യുന്നത്. അതും മുഴുവൻ പുതുതലമുറകളാണ്, യുവാക്കളാണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിലായാലും അതുപോലെ തന്നെ സമൂഹത്തിലായാലും സ്കൂളുകളിലായാലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലായാലും നമ്മൾ ഇടപെടുന്ന ഏത് സ്ഥലങ്ങളിലാണെങ്കിലും ഈ ഇതുപോലെയുള്ള ഡ്രഗ്സ് സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഉപയോഗത്തിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കുക. അതിനുവേണ്ടി റിപ്പോർട്ടർ TV ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നാളെ മുതൽ നമ്മളൊരു ടോൾ ഫ്രീ നമ്പർ കൊടുക്കും. നമ്മളൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആരാണോ ഈ പറയുന്ന ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്, ഈ ഡ്രഗ്സിൻ്റെ കണ്ണി ആരാണ്, അതിൻ്റെ വിഷ്വൽസ് നിങ്ങളുടെ കയ്യിലുണ്ടോ, അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം നമ്മുടെയൊക്കെ അയച്ചു തരികയാണെങ്കിൽ നമ്മൾ എത്തിക്കേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിക്കുകയും നിങ്ങളുടെ ആരാണോ അയച്ചു തരുന്നത് അദ്ദേഹത്തിൻ്റെ പേരോ വിവരങ്ങളോ എന്ന് പറഞ്ഞ് പുറത്തുവിടാതെ സൂക്ഷിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ഇതുപോലെയുള്ള കാര്യം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ റിപ്പോർട്ടർമാരെയും ഞങ്ങളുടെ ബ്യൂറോയിലുള്ള അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റാഫുകളെയൊക്കെ വെച്ച് അന്വേഷിച്ച് ഇതിന് സത്യാവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ ആ വാർത്ത പുറത്തുവിടുകയും ചെയ്യും. അപ്പോൾ ഇതിനെതിരെ ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കാമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിനകത്ത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ മിനിസ്റ്റർമാരാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും പോലീസുകാരാണെങ്കിലും എക്സൈസ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും സിനിമ കലാരംഗത്തുള്ളവരാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും
നിന്നാണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും ഏതൊക്കെ വിഭാഗത്തിൽ നിന്നാണ് എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് ഇത് വലിയൊരു ക്യാമ്പയിനാക്കി മാറ്റണമെന്നാണ് റിപ്പോർട്ടർ ടീവി ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാവരും ഈ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും ഇതൊരു നിങ്ങളുടെ ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഈ പറയുന്ന ഡ്രഗ്സിനെതിരെയുള്ള ഒരു പോരാട്ടമായി ഏറ്റെടുത്ത് ഞങ്ങളെ കൂടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ഇത് പൂർണ്ണമായും സർക്കാരിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ എക്സൈസ് വകുപ്പിന് വിമുക്തി എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. മുഖ്യമന്ത്രി ചെയർമാനായി എക്സൈസ് വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനായിട്ടുള്ളൊരു ഗവേണിംഗ് ബോഡി അതിനുണ്ട്. പക്ഷേ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നതിനും അപ്പുറത്തേക്ക് ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സ്കൂളുകളിൽ, കോളേജുകളിൽ, കൗമാരക്കാരിൽ ഇത് നമ്മളറിയാത്ത ഇടങ്ങളിലേക്കൊക്കെ വ്യാപിക്കുന്നുണ്ട്. റെസിഡൻസികൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഒരുപക്ഷെ അർദ്ധരാത്രികളിൽ ചില കഫേകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒക്കെ ഇതിൻ്റെ ഡ്രോപ്പിങ്ങുകൾ നടക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മുടെ റിപ്പോർട്ടറിൻ്റെ വാർത്താ സംഘത്തിനോ ഞങ്ങളുടെ പ്രാദേശിക ലേഖകർക്കോ കണ്ടെത്താൻ പറ്റുന്നതിനും അപ്പുറമാണ് ഈ വലിയ കണ്ണി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കണക്കുകൾ നമ്മളോട് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് കോവിഡാനന്തരം മിഷിഗൺ സർവകലാശാലയിൽ ഒരു പഠനം നടന്നിട്ടുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ ഡ്രഗ്സ് അബ്യൂസ് നടത്തിയ പഠനത്തിൽ പറയുന്നത് 15 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിൽ കോവിഡിനു ശേഷം 31% കുട്ടികളാണ് ഡ്രഗ്സിൻ്റെ അബ്യൂസിലേക്ക് പോയിരിക്കുന്നത് എന്നാണ്. ഇത് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ്. ഇത് അമേരിക്കയിലെ കണക്കാണെങ്കിൽ പോലും നമ്മളതിൻ്റെ ഭവിഷ്യത്ത് മുൻകൂട്ടി അറിയണമായിരുന്നു. നമ്മുടെ നാട്ടിലും ഇനി വിപത്ത് വരും എന്ന് നമ്മൾ ഭയക്കണമായിരുന്നു. പഞ്ചാബിൽ വന്നത് നമ്മൾ കണ്ടതാണ്. ഇത് മുംബൈ കഴിഞ്ഞാൽ നർക്കോട്ടിക് ഡ്രഗ്സ് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്ന സ്റ്റേറ്റ് നമ്മുടേതാണ് എന്നുള്ളത് നമുക്ക് പറയാം. കൂടുതൽ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. പക്ഷേ അപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉപയോഗിക്കുന്നവർക്ക് ആ ലഹരി എളുപ്പം കിട്ടുന്നു എന്നുള്ളതാണ്. കേരള പോലീസിൻ്റെ മൊത്തം കേസുകൾ എടുത്താൽ ആ കേസിൽ 10% ലഹരി ഉപയോഗിക്കുന്നവരാണ് കുറ്റവാളികളാകുന്നത് എന്നതാണ് കണക്ക്. കേരള പോലീസിൻ്റെ മൊത്തം ക്രിമിനൽ കേസുകളിൽ, സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ 2020 ശേഷം 6 ഇരട്ടി വർധനവാണ് ഈ പറയുന്ന NDPA സബ്സ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങളിൽ പെടുന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ്. അപ്പോൾ ഈ കണക്ക് ചെറുതല്ല. ഇവിടെ അഫാൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. മദ്യം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ലഹരി ഉപയോഗിക്കുന്ന ഒരു ആംഗിൾ കൂടി പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ടർ TV ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ, രക്ഷിതാക്കളുടെ, അധ്യാപകരുടെ, വിദ്യാർത്ഥികളുടെ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒക്കെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയോട് കൂടിയാണ്. ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾക്ക് ചെന്നെത്താൻ പറ്റാത്ത ഇടങ്ങളിൽ ലഹരിയുടെ വ്യാപനം നടക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. ഞങ്ങൾ നൽകുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ആ നമ്പർ ഞങ്ങൾക്ക് എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ക്രോസ് ചെക്ക് ചെയ്ത് ആരാണോ അവരെ പൊതുസമൂഹത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടൊരു തുറന്ന യുദ്ധമാണ് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാം. അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും വ്യക്തികളെ മോശമാക്കുന്നതിന് വേണ്ടി ആ ചിത്രങ്ങൾ അയച്ചു തരാൻ പാടില്ല. അത് ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തായിരിക്കും നമ്മളത് കൊടുക്കുക. എങ്കിൽ പോലും ഒരു തുറന്ന യുദ്ധം നമ്മൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. കാര്യം ഇത് സർക്കാർ സംവിധാനങ്ങളോടൊപ്പം തന്നെ സമൂഹം ജാഗരൂകതയായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാഹചര്യം കൂടിയാണ്. ആ ജാഗ്രതയാണ് റിപ്പോർട്ടർ TV മുന്നോട്ട് വയ്ക്കുന്നത്. വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്നുള്ളത്. ഉണ്ണി ബാലകൃഷ്ണൻ, ഇതിപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇനി നമ്മുടെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ്. ഇത് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. രക്ഷിതാക്കൾ വല്ലാത്ത ആധിയോടെയാണ് അവരുടെ കുട്ടികളെ അയക്കുന്നത്. 15 വയസ്സ് മുതൽ 15 വയസ്സും എത്തേണ്ട, അതിനു മുമ്പ് തന്നെ ഈ സബ്സ്റ്റൻസ് എത്തുന്നു. നമ്മുടെയൊക്കെ കാലത്ത് ഇതൊരു വലിയ ചർച്ചാ വിഷയമായിരുന്നില്ല. അന്ന് സമൂഹത്തിലെ പല കണ്ണുകൾ ഇവരെ നോക്കാനുണ്ടായിരുന്നു. അതൊക്കെ സർവൈലൻസ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ പോലും. മാത്രമല്ല കുട്ടികൾ തമ്മിലുള്ള സൗഹൃദമാണെങ്കിൽ ഇതൊക്കെ വീട്ടിലറിയും. അന്ന് ചാരായവും കള്ളും പിന്നെ വല്ലപ്പോഴും കിട്ടുന്ന കഞ്ചാവിനെ കുറിച്ചുള്ള വിദൂരമായിട്ടുള്ള ചർച്ചകളുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് മാറി വൈറ്റ്നർ വരാൻ തുടങ്ങി, നമ്മൾ കേട്ടതല്ലേ. പിന്നെ ചില മൗത്ത് ഫ്രഷുകൾ വരാൻ തുടങ്ങി. പിന്നെ മിഠായിയുടെ രൂപത്തിലുള്ളത് വരാൻ തുടങ്ങി. അച്ചാറിനകത്ത് ചേർക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ വരാൻ തുടങ്ങി. അതും നമ്മൾ കേട്ടു. ഇന്നതെല്ലാം വിട്ടുപോയിരിക്കുന്നു. ഇന്ന് വലിയ റാക്കറ്റായിട്ട് വരുന്നു. ബാംഗ്ലൂരൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ ഡ്രോപ്പിംഗ് ഏജൻറ്റുമാർ പ്രവർത്തിക്കുന്നു എന്ന നിലയുണ്ട്. നമ്മുടെ സ്കൂളുകളുടെ പരിസരത്ത് ഡ്രഗ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്നതാണ്. നഗരഹൃദയങ്ങളിലടക്കം, ഗ്രാമങ്ങളിലടക്കം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് റിപ്പോർട്ടർ TV ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്നു പ്രേക്ഷകരുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണത്തോടെ. ഉണ്ണി ബാലകൃഷ്ണൻ, ഇത് റൈറ്റ് ടൈമാണ്, ഇപ്പോഴല്ലെങ്കിൽ ഇനി ഇല്ല അല്ലേ? ഇപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ലഹരി ഉപയോഗിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതൊക്കെ ഒരു എന്താ പറയുക, കേരളത്തിൽ ചർച്ചയൊക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയും ലഹരിയുടെ ഉപയോഗം വലിയ ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് പോകുന്നത് ഒരു പുതിയ പ്രതിഭാസമാണ് അല്ലേ? നമ്മൾ ഞെട്ടിക്കുന്നൊരു പ്രതിഭാസമാണ്. ഇപ്പോൾ ഈ വർഷം നമ്മൾ ഏതാണ്ട് 1.5 മാസം കഴിയുമ്പോൾ എത്ര ഇൻസിഡൻസ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ നമ്മുടെ റിപ്പോർട്ടിൽ പറഞ്ഞ കണക്ക് ഈ വർഷം ആരംഭിക്കുന്നതിന് 14ഉം 16ഉം വയസ്സുള്ള 2 കുട്ടികൾ തേക്കുംകാട് മൈതാനത്തിരുന്ന് ലഹരി ഉപയോഗിക്കുന്നതിന് ഒരാൾ കണ്ടു, അതിനെ എതിർത്തു. അയാളൊരു 30 വയസ്സുള്ള ആളാണ്, അയാളെ കൊല്ലുന്നു. അപ്പോൾ ഈ കൊന്ന കുട്ടികൾക്ക് എത്ര വയസ്സാണ് ഉള്ളത്? 14ഉം 16ഉം വയസ്സ്. അവരെന്താണ് ഉപയോഗിക്കുന്നത്? അവർ MDMA ഉപയോഗിക്കുന്നു. എന്നിട്ട്
അതിനെ തടയുന്ന ഒരാളെ അവർ കൊന്നു കളയുന്നു എന്നുള്ളതാണ്. അപ്പം ലഹരി ഉപയോഗിക്കുന്നതൊക്കെ ഒരു പക്ഷേ നമ്മൾ വളരെ മുമ്പ് നടന്നുകൊണ്ടിരുന്നിരുന്നു. പക്ഷേ അതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് വളരെ അത്ഭുതകരമായ ഒരു കേസ് എന്ന് പറയുന്നത്. ഈ ഫെബ്രുവരി 6-ാം തീയതി, ഈ മാസം 6-ാം തീയതി തിരുവനന്തപുരത്ത് ഒരു അച്ഛനെ MBBS പഠിക്കുന്നൊരു മകൻ കൊന്നുകളഞ്ഞല്ലോ. ജോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അച്ഛനെയാണ് കൊന്നു കളഞ്ഞത്. പക്ഷേ ആ കൊലപാതകം എന്ന് പറയുന്നത് ഇതെല്ലാം കൊലപാതകങ്ങൾ നടക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് കേട്ടോ. പക്ഷേ ആ കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാർത്ത എന്താണെന്നറിയോ? എത്രയോ നാളുകളായിട്ട് രാത്രിയിലൊക്കെ ഇവരെ ഈ അച്ഛനെയും അമ്മയും പുറത്താക്കി വീടൊക്കെ പൂട്ടിക്കളയും ഇയാൾ. ആ രീതിയിൽ ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഈ കൊലപാതകം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. താമരശ്ശേരിയിലെ അമ്മയല്ലേ മകൻ കൊന്നു കളഞ്ഞത്. അതുപോലെ തന്നെ അഴീക്കോട് ഒരു മകൻ അമ്മയുടെ കഴുത്തറുത്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഈ കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരറിയുന്നുണ്ട്, ഇവരെ മുലയൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോഴും അവരറിയുന്നുണ്ടോ നാളെ തൻ്റെ തലയ്ക്കടിച്ച് കൊല്ലാൻ പോകുന്ന ഒരുത്തനെയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അവരറിയാതെയാണ് അവർ ആ കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇതൊരു നമ്മളുടെ ഒരു ക്രൈം സൊസൈറ്റിയായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ്. ആ അപകടത്തെ നമ്മൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേരളം. അതിനെ ഇപ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്യണം. നമ്മൾ പല തരത്തിലുള്ള അപകടങ്ങളിലൂടെയാണ് ഒരു സൊസൈറ്റി എന്നുള്ളതിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ധവിശ്വാസ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദുരഭിമാന കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ഇതാ നിരന്തരമായി ലഹരി ഉപയോഗിക്കുന്ന വളരെ കുട്ടികളായിട്ടുള്ള ആളുകൾ, സ്കൂളിലെ കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, തൊഴിൽരഹിതരായിട്ട് നടക്കുന്ന ആളുകൾ, തൊഴിലുള്ള ആളുകൾ, പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അതായത് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, മറ്റ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. ഇവരിലേക്കൊക്കെ ഇത് വ്യാപിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെവിടെയും മയക്കുമരുന്ന് എന്ന് പറയുന്നൊരു നിയമസാധുതയില്ല. പക്ഷേ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം എന്താ അറിയോ? ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് മയക്കുമരുന്നാണ്. അതെപ്പോഴും അദൃശ്യമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അദൃശ്യതയെ തുറന്നു കാണിച്ചില്ല എങ്കിൽ കേരളം വലിയ അപകടത്തിലേക്ക് പോകും. അതാണ് ഈ നിരന്തരം നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകളെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളറിയാതെ നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ ഇത് കടന്നു കയറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എത്രയോ വീടുകൾക്കുള്ളിലേക്ക് ഇത് കടന്നു കയറി കഴിഞ്ഞിരിക്കുന്നു, നമ്മളത് അറിയുന്നില്ല. ഇനിയിപ്പോൾ നാളൊരു സമയത്ത് ഇതൊരു ബോംബായി അങ്ങ് പൊട്ടാൻ പോവുകയാണ്. അതിൻ്റെ തുടക്കമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രബുദ്ധരായ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നേ. ഏത് തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ ഉണ്ടായപ്പോഴൊക്കെ അതിനെ വളരെ ശക്തമായി എതിർത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു സൊസൈറ്റിയാണ് കേരളം എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഇനിഷ്യേറ്റീവ് റിപ്പോർട്ടർ TV എടുക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് സർക്കാരിൻ്റെ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല. ആണോ? എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല, അല്ലെങ്കിൽ പോലീസിൻ്റെ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല. പോലീസ് ഫോഴ്സിൽ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ എക്സൈസ് ഫോഴ്സിൽ എത്ര പേരുണ്ട്, സർക്കാരിന് എത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തൊരു കടയിൽ ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഒരു പബ്ലിക് പോലീസിങ്ങിൻ്റെ ആവശ്യം സമൂഹത്തിൽ സംജാതമായിരിക്കുന്നു. ഇത് പ്രധാനമായിട്ടും നമ്മുടെ കുട്ടികളെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലേ? നമ്മൾ ഏത് തലമുറയാണ് വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണല്ലോ പ്രശ്നം. അത് നമ്മളെല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ? അപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ ഈ പ്രശ്നമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ സുരക്ഷിതനാണോ? അല്ല. നേരത്തെ ആൻഡോ സാർ പറഞ്ഞ കണക്ക് ഈ ലഹരി ഉപയോഗിച്ചിരിക്കുന്ന ഒരുത്തൻ്റെ മുന്നിലേക്ക് ആര് ചെന്നപ്പെട്ടാലും അവൻ ആക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യാം. ഈ കേസിൽ നോക്കൂ, ലത്തീഫും ലത്തീഫിന്റെ ഭാര്യയും അതെ അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നയാളല്ല, അല്ല വല്യപ്പയുടെ ബന്ധുവാണ്. അതെ. ഇനി ലഹരി ഉപയോഗിച്ചിട്ടാണ് അയാൾ പോകുന്നതെങ്കിൽ അയാളും സുരക്ഷിതനല്ലല്ലോ. ആ പെൺകുട്ടി നേരിട്ട് വീടുമായിട്ട് ബന്ധം. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കിയേ, ഈ കൊലപാതകങ്ങളിലൊക്കെ നിങ്ങളെ ഈ മറ്റൊരു അന്യനെ അല്ല കൊല്ലുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോ, ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത് വീടുകൾക്കുള്ളിലാണ്. ബന്ധുക്കളെയാണ് കൊല്ലുന്നത്. ഒന്നുകിൽ അച്ഛനെ കൊല്ലുന്നു, അല്ലെങ്കിൽ അമ്മയെ കൊല്ലുന്നു. അതൊക്കെ എത്ര നിഷ്ഠുരമായിട്ടാണ്. കഴുത്തറുത്ത് കൊല്ലുന്നു. ഈ രീതിയിലാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതാണ് പ്രശ്നം. എന്താ വെച്ചാൽ ഈ ഡ്രഗ്സ് എല്ലാം അവൈലബിൾ ആണ്, പക്ഷേ ഇത് വാങ്ങിക്കണമെങ്കിൽ പൈസ കൊടുക്കണം. നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന ആളുകൾ നോക്കുള്ളൂ, വിദ്യാർത്ഥികൾക്ക് എവിടുന്ന പൈസ? ഇത് വലിയ കോസ്റ്റ്ലിയാണ്. MDMA എന്ന് പറയുന്നതൊക്കെ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രഗ്സ് ആണ്. അത് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വലിയ പൈസ വേണം. ആ പൈസ തൊഴിലില്ലാത്ത ഒരാൾക്ക് പൈസ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബന്ധുക്കളെ കൊന്നുകൊണ്ട് ആ പൈസ സംഘടിപ്പിക്കുകയാണ് ഇപ്പോൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഇതിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അച്ഛനെയും അമ്മയാണ് ആദ്യത്തെ ടാർഗറ്റ് ആയിരുന്നത്. ഈ ലഹരി ഉപയോഗിച്ച് വലിയ രീതിയിൽ വേറൊരു വിഭ്രമത്തിലൊക്കെ ആയി പോകുന്ന ഒരാൾ ഒരു ആൾക്കൂട്ടത്തെ അറ്റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അടുത്ത് നിന്ന് ഒരാളെ അറ്റാക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് പോലെയല്ല. ഇതൊരു വളരെ പ്ലാൻഡ് ആയിട്ട് ടാർഗറ്റഡ് ആയിട്ട് ഏറ്റവും അടുത്ത ബന്ധുക്കളെ ജന്മം നൽകിയവരെ കൊല്ലുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മാത്രം 335 കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത്. അവരിൽ പലരും ഈ ലഹരിക്ക് അടിമപ്പെട്ടിരുന്നു എന്നാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. അഫാന്റെ കാര്യത്തിൽ കൃത്യത വന്നിട്ടില്ല, അതിൽ വ്യക്തത വരാനുണ്ട്. മദ്യപിച്ചിരുന്നു എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്, അത് മൊഴിയിലുമുണ്ട്. ലഹരിയെ ചെറുക്കണ്ടേ? ഉറപ്പായിട്ടും ചെറുക്കണം. നമ്മളൊരു വലിയ സാമൂഹ്യ ഉത്തരവാദിത്തമാണ് നിറവേറ്റാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സാമൂഹ്യ പ്രശ്നമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നല്ലോ. കാരണം ഇതിപ്പോൾ ക്രൈമിലേക്ക് കൂടുതൽ എത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ
ഭീതിപ്പെടുത്തുന്നത്. ഓരോ ദിവസവും നമ്മൾ ഇന്നത്തോടെ ഈ വിഷയത്തിലുള്ള ചർച്ച കഴിയുമെന്ന് വിചാരിക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത ക്രൈം ചർച്ച ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് അത് ദിവസവും എന്നോണ രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, സാധാരണ വാർത്തയായി മാറുകയാണ്. ഇന്നലെ പോലും ഞാൻ എൻ്റെ ചർച്ച അവസാനിപ്പിക്കാനെന്നുള്ള ഘട്ടത്തിലാണ് 6 പേരുടെ കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞ് ഒരു യുവാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇത് കഴിയോട്ടെ എന്ന് ഞാൻ പറയുകയാണ്. നമുക്ക് അതിൻ്റെ വ്യാപ്തി മനസ്സിലാകുന്നില്ല. അങ്ങനെ പറഞ്ഞെത്തി എന്ന് മാത്രമേ വാർത്തയായിട്ട് വരുന്നുള്ളൂ. അടുത്ത നിമിഷമാണത് പിന്നെ ഡെവലപ്പ് ചെയ്ത് അത് വേറെ രൂപത്തിലേക്കായി എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്ര പോലും നമ്മൾ ഓരോ ദിവസം കേൾക്കുമ്പോഴേക്കും അതിന് നമുക്കൊരു മരവിപ്പ് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ താമരശ്ശേരിയിൽ ഒരു ഉമ്മയെ മകൻ കൊല്ലുന്ന സമയത്ത് മകൻ പറയുന്നത് എന്നെ പ്രസവിച്ചതിനുള്ള ശിക്ഷയാണെന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ പ്രേരിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. പറവൂരിൽ ഋതു എന്ന യുവാവ് അയൽവാസികളായ കുടുംബത്തെ അതിക്രൂരമായി കൊലപാതകം ചെയ്യുക മാത്രമല്ല 3 പേരെ കൊല്ലുന്നു മാത്രമല്ല അതിന് മുമ്പ് തന്നെ ഭീതി പടർത്തിയ അയാൾ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ഇത്തരം വാർത്തകൾ വരുന്നു. ഈ പറഞ്ഞതുപോലെ ഇന്നലത്തെ വാർത്തയിൽ അഫാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ അഫാൻ എന്നൊരു കേസല്ലല്ലോ നമ്മൾ ഈ ഘട്ടത്തിൽ, നമ്മൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാണല്ലോ, ഈ ഒരു ക്യാമ്പയിൻ എടുക്കണമെന്നുള്ളത്. ഉറപ്പായിട്ടും നമ്മളുടെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. യഥാർത്ഥത്തിൽ നമ്മളൊരു ചാനൽ എന്ന നിലയ്ക്ക് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന പ്രേക്ഷകരിൽ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, കൊണ്ടുവരുന്ന വിവരങ്ങൾ അത് ഓരോ കുടുംബത്തിലും എത്തേണ്ടതാണ്, ഓരോ രക്ഷിതാവിലും എത്തേണ്ടതാണ്, ഓരോ സ്കൂൾ അധികാരികളിലേക്ക് എത്തേണ്ടതാണ്. സർക്കാരിന് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. സർക്കാരിൻ്റെ വിമുക്തി എന്ന് പറയുന്ന പദ്ധതി വളരെ വിപുലമായ പദ്ധതിയാണ്. സ്കൂളുകളെ കേന്ദ്രീകരിച്ച് മറ്റ് സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് വിപുലമായ പരിപാടിയാണ്. പക്ഷേ അതെന്താണ്? വിമുക്തിയാണ്. ലഹരി ഉപയോഗിച്ചവരെ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ്. നമ്മളെ സംബന്ധിച്ച് അതിലപ്പുറത്തേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൻ്റെ ഡ്രഗ് ഡീലർമാരാര്, ഇത് കേരളം ഒരു വലിയ ലഹരി മാർക്കറ്റായി മാറിയിരിക്കുകയാണ്. ആ മാർക്കറ്റിലേക്ക് ആരാണ് ഇത് കൊണ്ടുവരുന്നത്? അതിൻ്റെ ഏറ്റവും ആദ്യത്തെ കണ്ണിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അവർ ഇവിടെ ആരൊക്കെ വഴിയാണ് ഇത് എത്തിക്കുന്നത്? അത് പല തട്ടുകളായി പോവുകയല്ലേ. ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ന്യൂജൻ ഡ്രഗ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മുമ്പാണ് കഞ്ചാവും പുകയിലുമായിരുന്നു നമ്മൾ കേട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ പേരൊക്കെ മാറി മെറ്റാഫിറ്റാമിൻ, ആൽഫറ്റാമിൻ, LSDA, MDMA ഇതൊക്കെ ക്രിസ്റ്റൽ രൂപത്തിലും ഈ എന്താണ് സ്റ്റാമ്പ് രൂപത്തിലൊക്കെ വായിൽ വെക്കുന്ന ഒരു സംഭവമാണ്. അതിപ്പോൾ വീട്ടിൽ കൊണ്ടുവച്ചാലും അതെ ഇത് വായിൽ കഞ്ചാവ്. അപ്പൊ ഇത് വായിൽ വെച്ചാൽ അറിയില്ല, വീട്ടിൽ കൊണ്ട് കുട്ടികൾ വെക്കുകയാണെങ്കിൽ രക്ഷിതാക്കൾക്ക് മനസ്സിലാവില്ല. കഞ്ചാവിന്റെ ഉപയോഗം കുറഞ്ഞു. കഞ്ചാവിന് ഉപയോഗം അത് MDMA കൂടുകയും ചെയ്തു. MDMA കൂടി, അതിലും കൂടുതൽ ലഹരി തരുന്ന കാര്യങ്ങൾ ഇവിടെ എത്തുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ അത് കുറയുന്നത്. അപ്പോൾ MDMA ഉപയോഗിക്കുന്നു. ഇതൊക്കെ എളുപ്പമാണ്. ഈ കോവിഡിന് ശേഷം സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ മാസ്ക് ആണല്ലോ. മാസ്ക് ഇട്ട് കുട്ടികൾ സ്കൂളിൽ വന്നിട്ടാണ് ഇത് ഉപയോഗിക്കുന്ന അറിയുക പോലുമില്ല. മാസ്കിൻ്റെ അകത്ത് വെച്ച് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് മാറും. നമ്മളിപ്പോൾ എത്ര വാർത്തകളായി റാഗിങ്ങിൻ്റെ വാർത്തകൾ വായിക്കുന്നു, സ്കൂളിനകത്തെ പിള്ളേർ തമ്മിലുള്ള അടി വായിക്കുന്നു. ഇതിനൊക്കെ ഒരു വേറൊരു ക്രൂരമായ സ്വഭാവമുണ്ട്. ആ ആക്രമണത്തിനൊരു കണ്ണില്ലാത്ത ആക്രമണമാണ്. ഒരു ചെറിയ കുട്ടിയെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന വാർത്തകൾ സ്കൂളിൽ നിന്ന് വരികയാണ്. ഈ നാട്ടും പുറത്തും നഗരം എന്നുള്ള വ്യത്യാസമില്ലാതെ ആ രൂപത്തിൽ അത് വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഇത്രയും വിലയുള്ള ഡ്രഗ്സ് എങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തുന്നത്? കുട്ടികൾക്ക് അത് വാങ്ങാനുള്ള ശേഷിയില്ല. ഈ പറഞ്ഞ പോലെ വീട്ടിൽ മോഷണമൊക്കെ നടത്തും. പക്ഷേ അതിലപ്പുറം ആ മോഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്താണെന്നറിയോ? ഈ ഡ്രഗ് ഡീലർമാർ ഇവരെയും ഈ ഡീലിങ്ങിനെ ഏൽപ്പിക്കുകയാണ്. അതായത് സ്കൂളുകളിലേക്കും ഒരു പരിസരത്തിലേക്കും അല്ലെങ്കിൽ ഒരു സംഘം വിദ്യാർത്ഥികളിലേക്കും അത് തന്നെ അവരതിൻ്റെ കാരിയേഴ്സ് ആവുന്നു. ഇത് ഈ രൂപത്തിൽ ഇതിങ്ങനെ ചെറിയ ചെറിയ കണ്ണികളിലേക്ക് താഴെ എത്തണം. അപ്പോൾ നമ്മൾക്ക് ഈ ചെറിയ കണ്ണിയിൽ നിന്ന് തുടങ്ങി ഏറ്റവും ആദ്യത്തെ കണ്ണിലേക്കാണ് എത്തേണ്ടത്. അത് എത്താനുള്ള തെളിവുകൾ ഉറപ്പായിട്ടും ഈ പറഞ്ഞതുപോലെ 2 പിള്ളേർ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കണ്ട ഒരു യുവാവിനെ ആ കുട്ടികളെ തന്നെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്താതെ തന്നെ നമുക്ക് ഈ വിവരങ്ങൾ ശേഖരിക്കുകയും നമുക്ക് സർക്കാർ സംവിധാനത്തിലേക്ക് എത്തിക്കുകയും ചെയ്യാം. ആ നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട്. ഈ നമ്മളൊരു യാത്ര പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാതെ പോയാൽ നമ്മൾ പണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്നറിയോ? പോലീസ് എവിടെയും നിൽക്കുന്നുണ്ടോ, RTO എവിടെയും നിൽക്കുന്നുണ്ടോ എന്ന് നോക്കും. അത് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ സീറ്റ് വലിച്ചിരുന്നു, ആ ഫൈൻ അടയ്ക്കാതെ പോവുകയാണ്. അതിന് ശേഷം എന്ത് സംഭവിച്ചു? ശേഷം ഓരോ സ്ഥലങ്ങളിൽ ക്യാമറ വന്നപ്പോൾ നമുക്ക് എവിടെയാണ് ക്യാമറ ഇരിക്കുന്നതെന്ന് അറിയുന്നില്ല. അപ്പോൾ നമ്മൾ ഇനി വണ്ടി കയറുമ്പോൾ തന്നെ സീറ്റ് ബെൽറ്റ് ഇടാൻ തുടങ്ങി. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യും. പിന്നെ എന്ത് സംഭവിച്ചു? വാഹനങ്ങളിൽ തന്നെ PP സൗണ്ട് വെക്കാൻ തുടങ്ങി. വാഹനം സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ അതൊരു അലാറം ഇച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ വാഹനം കയറുമ്പോൾ നമ്മുടെ ഒരു അലർട്ടാണ് ഈ പറഞ്ഞ പോലെ സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുന്നു, നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നു. ഇതുപോലെ തന്നെ ആയിരിക്കണം ഈ ഡ്രഗ്സിൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു കാരണോ പിന്നെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അനിയനോ ചേട്ടനോ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ ഡ്രഗ്സ് എടുക്കുന്നു, ഒരു സംശയം തോന്നിയാൽ ഒന്നില്ലാതെ അധികാരി അറിയിക്കണം. അധികാരി അറിയിക്കുന്നതോടെ ഇവരെ പിടിച്ച് ജയിലിടുകയാണുള്ള ഉദ്ദേശം കൊണ്ടുകൂടെയല്ല. കാരണം അതിന് വലിയ രീതിയിലുള്ള ഒരു പ്ലാനിങ് ഉണ്ട് നമ്മുടെ സർക്കാരിൻ്റെ അടുത്ത്. എങ്ങനെ ഈ ട്രീറ്റ്മെൻറ്റ് തിരിച്ചു കൊണ്ടുവരണം, ഏതൊക്കെ രീതിയിൽ അവരെ പിടിച്ച് ജയിലിടുക എന്നുള്ളതല്ല. അങ്ങനെ ചെന്ന് പറയാം നമ്മുടെ
പോലീസ് സംവിധാനത്തോട്, അങ്ങനെ ചെന്ന് പറയാം നമ്മുടെ എക്സൈസ് സംവിധാനത്തോട്, ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പയ്യൻ ഇങ്ങനെ ഒരു സംവിധാനം സാധ്യതയുണ്ടോ എന്ന് അതിലേക്ക് വരുന്ന ആളുകളെ അന്വേഷിക്കാൻ പറ്റും. അത് അങ്ങനെയുള്ള സംവിധാനം അവിടുന്ന് നമ്മൾ അതിലേക്ക് മാറ്റുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറകളിലേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ക്യാമറ ഉണിസാർ സോഷ്യൽ പോലീസിംഗ് ആയിരിക്കണം. ഇവനിങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ, ഉപയോഗിക്കുന്നുണ്ട്, ഇത് എനിക്കെതിരെയും എൻ്റെ സമൂഹത്തിനെതിരെയും നാടിനെതിരെയാണെന്ന് ഈ ആൾക്കാർക്ക് പറയാം. അതുകൊണ്ട് സോഷ്യൽ പോലീസിംഗ് വരണം. അവിടെ എല്ലായിടത്തും ക്യാമറ വേണം. ഞാൻ റിപ്പോർട്ടർ TV ചെയ്യുന്നതിന് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന വിഷ്വൽസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഡ്രഗ്സുമായി കച്ചവടം നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് വലിയ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ പിന്നെന്താണ് സോഷ്യൽ പോലീസിംഗ്, ഇത് മേൽനോട്ടം വഹിപ്പിക്കുക, മേൽനോട്ടം വഹിച്ച് അധികാരികളെ അറിയിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സീറ്റ് ബെൽറ്റ് ഇടാൻ എങ്ങനെയാണോ ജനങ്ങളെ നമ്മൾ ശീലിപ്പിച്ചത്, അതുപോലെ വീട്ടിൽ നിന്ന് തുടങ്ങി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ രീതിയിലുള്ള ഒരു വലിയ ക്യാമ്പയിൻ നമുക്ക് വരേണ്ട സമയം. വീടുകളിൽ ഒരു കാര്യമുണ്ട് കേട്ടോ, വീടുകളിൽ ഈ സാധാരണ മാതാപിതാക്കൾ സ്വന്തം മക്കൾ ഉപയോഗിക്കുന്നു എന്ന് സമ്മതിക്കാൻ ഒരു മടിയായിരിക്കും. അത് പുറത്തിറങ്ങിയാൽ പ്രശ്നം മാനക്കേടെന്നുള്ള ഭയം. അപ്പോൾ ഈ കുട്ടി എത്ര ക്രൂരമായി പെരുമാറിയാലും അത് സഹിച്ചു നിൽക്കും. അതിന്റെ അവസാനമാണ് അപകടമുണ്ടാകുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ തുടർച്ചയായിട്ട് അച്ഛനെയും അമ്മയും വീടിന് പുറത്താക്കി കഥകടച്ച് രാത്രിയിൽ അവരെ പുറത്ത് നിർത്തിയിരിക്കുകയാണ്. എന്നിട്ടും അത് ആരോടും പറഞ്ഞിട്ടില്ല. അതായത് കൊലപാതകം നടക്കുമ്പോഴേ നമ്മൾ ഈ വാർത്ത അറിയുന്നുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ ഓരോ വീടുകളും കേന്ദ്രീകരിച്ച് പലയിടങ്ങളിലും, ഞാൻ പറഞ്ഞത് വലിയ വ്യാപകമായ അർത്ഥത്തിലല്ല, പക്ഷെ പലയിടങ്ങളിലും നടക്കുന്നു. നമ്മൾ ഇത് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്താനോ ആ വ്യക്തിയുടെ ചിത്രങ്ങൾ കാണിച്ചത് അയാൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണോ എന്ന് പറയാനല്ല. പക്ഷേ ഈ ലഹരി വരുന്ന മാർഗങ്ങൾ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് പ്രേക്ഷകർ നൽകുന്ന ഈ തെളിവുകൾ സഹായിക്കും എന്നുള്ളതാണ്. സുജയ, അത് ഉറപ്പായും. ഇപ്പോൾ ലഹരി മാഫിയെ കുറിച്ചൊക്കെ എല്ലാവരും പറഞ്ഞല്ലോ. അപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്ക് മാത്രമല്ല അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ആ വ്യക്തി കൊലപ്പെടുത്തുന്ന ആൾ ആ രീതിയിലല്ല നമ്മൾ കാണേണ്ടത്. അതിനൊപ്പം തന്നെ ലഹരി ഒരാൾ ഉപയോഗിക്കുമ്പോൾ അയാളുടെ ആരോഗ്യത്തിനൊപ്പം തന്നെ ആ കുടുംബത്തിൻ്റെ മനസ്സമാധാനം ആദ്യം തന്നെ നഷ്ടപ്പെടുകയാണ്. കാരണം ഈ കൊലപാതകത്തിലേക്ക് എത്തുന്നത് ലേറ്റർ സ്റ്റേജിലാണ്. ആദ്യം തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിനുള്ളിലെ സമാധാനം നശിപ്പിക്കാൻ, ആ വ്യക്തിക്ക് ഈ ലഹരി കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പാനിക് സിറ്റുവേഷൻ കണ്ട് ഭയന്ന്, സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ സിബ്ലിങ്സ് അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന ആളുകൾ അവരെല്ലാം ഭയത്തോടെ ഇയാൾക്ക് ഈ ലഹരി കിട്ടുന്നതിന് വേണ്ടിയുള്ള പണം സംഘടിപ്പിച്ച് കൊടുക്കേണ്ട ആളുകളായി പോലും മാറുന്ന ഒരു സാഹചര്യം വരെ പല വീടുകളിലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ താഴെത്തട്ട്, ഇടത്തരം, മേൽത്തട്ട് അങ്ങനെയൊന്നുമില്ല. എല്ലാ വിഭാഗങ്ങളിലും പെട്ട വീടുകളിൽ ഇത് സംഭവിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ ഉപയോഗിക്കുന്ന സിന്തറ്റിക് ഡ്രഗ് ഏതാണ് എന്നതിൽ മാത്രമേ ആ ഡിഫറൻസ് ഉള്ളൂ. ക്ലാസ് ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൽ മാത്രമേ ഉള്ളൂ. സാധാരണ പറയും അല്ലെങ്കിൽ ഈ പണക്കാരുടെ മക്കളൊക്കെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് വഴിതെറ്റി പോകുന്നതാണ്. അങ്ങനെയല്ല. എല്ലാ വിഭാഗങ്ങളിലും പെട്ട കുട്ടികളിലേക്ക് ഈ ലഹരി മാഫിയയ്ക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ നിങ്ങൾ ക്യാരിയർ ആയാൽ മതി, 5 പേർക്ക് കൊണ്ടു കൊടുത്താൽ നിനക്ക് ഇന്ന് അടിക്കാനുള്ളത് തരാം എന്ന് പറഞ്ഞാണ് ഈ സാധാരണക്കാരായ കുട്ടികളെ വീഴ്ത്തുന്നത്. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ സിനിമകളിൽ മാത്രമാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്, കുട്ടികളിലേക്ക് ലഹരി എത്തുന്നത്. പക്ഷേ നമ്മൾ കൊച്ചിയിലടക്കം ഇപ്പോൾ എത്ര കേസുകളാണ് കാണുന്നത്. ഈ അടുത്തും റിപ്പോർട്ട് ചെയ്യുന്ന പല കേസുകളിലും അതിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ക്യാരിയേഴ്സായി കുട്ടികൾ മാറുന്നുണ്ട്. അപ്പോൾ ഈ ബോധവൽക്കരണം അല്ലെങ്കിൽ ഇവർ ഈ ലഹരി ഉപയോഗത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള വിമുക്തി എന്നതിനപ്പുറം ഇത് ഒരു സിന്തറ്റിക് മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിട്ടുള്ളൊരു ജനറേഷൻ ഇവിടെ ഉണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ആ ഒരു അവയർനെസ് നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കലാണ് നമ്മുടെ ഈ ഒരു ക്യാമ്പയിനിലൂടെ നമ്മൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതിന് ഈ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ആരെങ്കിലും നോക്കുന്നുണ്ട് എന്ന ഒരു ചിന്ത വരികയും കുറച്ചെങ്കിലും ഇതിനൊരു കുറവ് വരികയും ചെയ്യുമെന്നല്ലാതെ പൂർണ്ണമായും ഇത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വിട്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ തന്നെ വേണം. ഇപ്പോൾ എക്സൈസ് വകുപ്പിന് ഉള്ള സ്ട്രെങ്ത് വെച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എത്രമാത്രമാണ് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം ഇത്രയധികം കേസുകൾ അല്ലെങ്കിൽ ഈ വിവരങ്ങൾ വരുമ്പോഴേക്കും അവിടേക്ക് എത്താൻ പറ്റുന്ന സന്നാഹമൊന്നും നമ്മുടെ എക്സൈസ് വകുപ്പിനില്ല. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വനം വകുപ്പിനെ കുറിച്ച് നമ്മൾ പറയും, വനം വകുപ്പിന് വേണ്ട സ്ട്രെങ്ത് ഇല്ല, അവർക്ക് ആവശ്യമായ ആംസ് ആൻഡ് അമ്യൂണിഷൻ ഇല്ല എന്ന്. അതുപോലെ തന്നെയാണ് എക്സൈസ് വകുപ്പിനും. അവർക്ക് എല്ലായിടത്തും ഒരു കോമ്പിംഗ് ഓപ്പറേഷൻ നടത്തുന്നതിനാവശ്യമായ ഒരു സ്ട്രെങ്തനിങ് എക്സൈസ് വകുപ്പിന് ഉണ്ടാകണം. അതിന് ഇൻ അഡീഷൻ ടു എക്സൈസ് വകുപ്പ് നമ്മളിപ്പോൾ സർ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളിപ്പോൾ വോളണ്ടിയേഴ്സായി മാറുന്ന, ഇപ്പോൾ ആശാ വർക്കേഴ്സിനെ നമ്മൾ സന്നദ്ധ സേവനം നടത്തുന്ന ആളുകൾ എന്നാണ് പറയുന്നത്. അതുപോലെ ഓണറേറിയം ഇല്ലാത്ത ഒരു സന്നദ്ധ ഭടന്മാരായി സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഒരേപോലെ മാറുന്ന ഒരു സംവിധാനത്തിനാണ് നമ്മൾ തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു സംവിധാനത്തിന് സർക്കാരിൻ്റെയും പൂർണ്ണ പിന്തുണയോടുകൂടി, കാരണം ഇത് സമൂഹത്തെ, നമ്മുടെ സംസ്ഥാനത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ്. ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു കണക്കനുസരിച്ച് അവിടെയാണല്ലോ ഈ കറുപ്പ് എന്ന് പറയുന്ന ഏറ്റവും സ്ട്രെങ്ത് ഉള്ള മയക്കുമരുന്നിന്, അതിൻ്റെ ഏറ്റവും വലിയ എപ്പിസെൻറ്റർ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. അവിടുത്തെ ജനസംഖ്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജനസംഖ്യയുടെ 10 ലക്ഷം പേര് എപ്പോഴും മയക്കുമരുന്നിന് അടിമകളാണ്. കുറച്ചുപേര് റിക്കവറായി വന്നാൽ അടുത്ത സെറ്റ് ആളുകൾ അവിടെ മയക്കുമരുന്നിന് അടിമയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ അറിയാതെ തന്നെ ഈ ഒരു ചെയിൻ റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്.
ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് ഈ കണ്ണിയായി മാറുന്നത് പലപ്പോഴും തീരെ ചെറിയ ആഘോഷ പരിപാടികളിലായിരിക്കും. കുറച്ച് കൂട്ടുകാർ ഒന്നിച്ചു കൂടി ഇരിക്കുമ്പോഴേക്കും ഇതൊന്ന് നോക്ക് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞായിരിക്കും ഇതിൽ ഈ മയക്കുമരുന്നിലേക്ക് വരാത്ത ഒരു കുട്ടിയെ ഇതിലേക്ക് കൊണ്ടുവരിക. പിന്നീട് അവൻ അറിയാതെ തന്നെ അവൻ ഇത് കിട്ടാൻ ഉള്ള മാർഗങ്ങൾ തേടും, അത് കിട്ടുന്ന ഇടങ്ങൾ തേടി പോകും. അങ്ങനെ ഇവൻ കാരിയർമാരായ മറ്റു കുട്ടികളുമായി ബന്ധപ്പെടും, അല്ലെങ്കിൽ ഈ വിപണനം നടത്തുന്ന ആളുകളുമായി ബന്ധപ്പെടും. അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ഈ ചെയിൻ ഇങ്ങനെ പടരുകയാണ്. അപ്പോൾ ഒരു സ്കൂളിൽ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ട്യൂഷൻ സെന്ററിൽ മറ്റൊരു സ്കൂളിലെ കുട്ടിയെ ഉണ്ടാകും. അപ്പോൾ അവരിലേക്ക് ഈ കണക്ഷൻ വരികയാണ്. അങ്ങനെ മിക്കയിടങ്ങളിലും പടരുന്ന വഴി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു 6ാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള കുട്ടികളെ ഇവർ ലക്ഷ്യമിടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 15 വയസ്സൊന്നും ആകേണ്ട, അതിനു മുൻപ് തന്നെ 10, 11, 12 വയസ്സുള്ള കുട്ടികൾ മുതൽ ഇതിൻ്റെ ഉപയോഗത്തിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അത് ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളെയും അവർ ലക്ഷ്യമിടുന്നുണ്ട്. അപ്പോൾ തീരെ വീര്യം കുറഞ്ഞ മയക്കുമരുന്നിൽ നിന്ന് തുടങ്ങി വീര്യമുള്ളതിലേക്ക് ഏറ്റവും ഹൈ ഡോസിലേക്ക് അഡിക്റ്റ് ആകുന്നത് വരെ ഈ കുട്ടികളെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ എന്തും ചെയ്യും. മാത്രമല്ല സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ അതുകൂടി നോക്കണം. ഈ ഡിജിറ്റൽ ലോകത്ത് നമ്മൾ വലിയ രീതിയിൽ ഇൻവോൾവ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഒരു മോശം വശം കൂടിയുണ്ട്. കുട്ടികൾക്ക് നമ്മൾ ഈ കോവിഡ് കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് കൂടുതലായി പോയപ്പോൾ അവർക്ക് തുറന്നു കിട്ടിയ സാധ്യതകൾക്കൊപ്പം തന്നെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. പക്ഷേ ഇതിനൊപ്പം തന്നെ ഡിജിറ്റൽ ലോകത്ത് ഇരിക്കുന്ന ഏറ്റവും വലിയ ചതിക്കുഴി എന്ന് പറയുന്നത് ഈ ഡ്രഗ്സിൻ്റെ അവൈലബിലിറ്റി തന്നെയാണ്. കച്ചവടം കൂടുതലും നടക്കുന്നത് ഇങ്ങനെയുള്ള വീഡിയോ കോൾസിലൂടെയും അങ്ങനെയൊക്കെയാണ്. നേരിട്ട് സംസാരിച്ച് അങ്ങനെയുള്ള കച്ചവടത്തെക്കാൾ കൂടുതൽ ഈ ഓൺലൈനായുള്ള കച്ചവടം നടക്കുന്നുണ്ട് എന്നതുകൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ ലാസ്റ്റ് എയിംസ് നടത്തിയ സർവേ 2019 ഫെബ്രുവരിയിലായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന സൈക്കോ ആക്റ്റീവ് പദാർത്ഥം അത് മദ്യമാണ്. മദ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പിയോയിഡ്സ് ആണ്. ഈ ഓപ്പിയോയിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതെല്ലാം വരും. കഞ്ചാവിൻ്റെ ഉപയോഗവുമുണ്ട്. 16 കോടി ആളുകൾ മദ്യം ഉപയോഗിക്കുമ്പോഴേക്കും 3.5-4 കോടി ആളുകൾ ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. 2021 ശേഷം ആ കണക്ക് ഇരട്ടിച്ചു. അതെ, കോവിഡിന് ശേഷം അളവിനോടൊപ്പം. അതെ, 2019 16 കോടിയായിരുന്നു മദ്യം. അതിന്റെ 4/1 സബ്സ്റ്റൻസിന്റെ ഉപയോഗമെങ്കിൽ ഇപ്പോഴത് ഈക്വൽ അല്ലെങ്കിൽ മോർ ആയി. അതാണ് ഇപ്പോഴത്തെ കണക്ക് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വിമുക്തി മിഷൻ കൊണ്ട് മാത്രം ഇത് സാധ്യമാകില്ല. സർക്കാരിനൊപ്പം നിൽക്കുക സമൂഹവും എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ഡ്രഗ് അഡിക്ട്സ് ഈ ജീവൻ എടുക്കാൻ മടിയില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡ്രഗ്സിൻ്റെ ഇപ്പോൾ ഈ LSD സ്റ്റാമ്പ് ആയാലും MDMA ആയാലും ഒക്കെ അതിൻ്റെ ഹൈ ഡോസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയില്ല. അവരെന്തും ചെയ്യാൻ തയ്യാറാണ്. ആരാണ് മുന്നിലെന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുകയാണ്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ഉപയോഗം അവരെ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു ക്രൈം റേറ്റ് കൂടുതലുള്ള സംസ്ഥാനമാക്കി നമ്മുടെ കേരളത്തെ മാറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മയക്കുമരുന്നുകളെ കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുമുള്ള പഠനങ്ങളിൽ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ പ്രധാനമായിട്ടും ഡിപ്രസൻറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ മയക്കുമരുന്നുകളിൽ. ആ ഡിപ്രസൻറ്റുകൾ ഉപയോഗിക്കുന്ന ആളുകൾ വിഷാദമുഖരായി വീടിനുള്ളിൽ അന്തർമുഖരായിരിക്കുന്നവരാണ്. ഇവരെ കൊണ്ട് ആ കുട്ടിയെ പുറത്ത് കാണാറില്ലല്ലോ എന്ന അഭിപ്രായം പറയുന്നവർ ഇത്തരം ഡിപ്രസൻ്റ് സ്വഭാവത്തിലുള്ള ഈ കെമിക്കൽ റിയാക്ഷന് ഇരയാകുന്നവരാണ്. ചിലർക്ക് അങ്ങനെയല്ല. ഇത് ഒരു പ്രത്യേകിച്ച് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡറൊക്കെയുള്ള കുട്ടികളെ സംബന്ധിച്ച്, വിഷാദ രോഗമുള്ളവർ, ഉത്കണ്ഠ രോഗമുള്ള കുട്ടികളെ സംബന്ധിച്ച് ഇതിനൊരു ചെറിയ ഡോസ് ഉള്ളിൽ ചെല്ലുമ്പോൾ തന്നെ ഇവർ വളരെ രീതിയിൽ ഹലൂസിനേഷൻ വരുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. ഹലൂസിനോജനുകൾ എന്ന് പറയുന്ന കെമിക്കലുകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പിന്നെയുള്ളത് ഉത്തേജകങ്ങളാണ്. ഇങ്ങനെ 3 സ്വഭാവത്തിലുള്ള മയക്കുമരുന്നുകൾ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ചിലരത് ഉത്തേജകം ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് പലപ്പോഴും അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ. ഈ ബൈപ്പോളർ ഡിസോർഡർ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തനിക്ക് എന്തും സാധ്യമാണ്. ഹൈപ്പറായിട്ട് പെരുമാറും. മുൻപിലുള്ള റിയാലിറ്റിയെ അവൻ മറക്കുന്നു. അത് അടുത്ത സ്റ്റേജാണ്. ഹലൂസിനേഷൻ വരും. അപ്പോൾ മുമ്പിൽ നിൽക്കുന്ന പോലീസുകാരനാണോ ഉമ്മയാണോ അനുജനാണോ എന്നറിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 22 തവണയാണ് അനുജൻ ഈ അഫ്സാനെ ഈ തലക്കടിച്ചിരിക്കുന്നത്. 22 times എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ചിന്തിക്കുക? അതോ അവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന, ഒരു ദിവസം തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ തൻ്റെ മുൻപിൽ ഒരു ശത്രുവായി ഒരു ഉപകരണമായി മാറുകയാണ്. അതാണ് ഈ മരുന്നുണ്ടാക്കുന്നൊരു ട്രാൻസിഷൻ. അഫാൻ്റെ കാര്യത്തിൽ അത് വ്യക്തമല്ല. മദ്യം കഴിച്ചിരുന്നു എന്നത് മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ എങ്കിൽ പോലും പക്ഷേ പഠനങ്ങൾ പറയുന്നത് നമ്മൾ കരുതുന്നതിലും വലിയ വിപത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ വയലൻസ് പെരുകുന്നതിന് പ്രധാനമായിട്ടുമുള്ള കാരണം ലഹരിയാണ് എന്നൊരു നിഗമനത്തിലേക്കല്ല നമ്മൾ എത്തുന്നത്. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അതോടൊപ്പം പലരും സ്വാധീനിച്ചേക്കാം. ഈ 335 ക്രൈമുകളിൽ പല ക്രൈമുകളുടെയും സ്വഭാവം ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ ഗ്രീഷ്മ സ്വന്തം കാമുകനെ കഷായത്തിൽ വിഷം ചേർത്ത് കൊടുത്ത് കൊലപ്പെടുത്തി. അങ്ങനെ സംഭവം നമ്മൾ കേട്ടില്ല. ജോളി കൂടത്തായി സൈനൈഡ് എത്ര പേരിൽ വിദഗ്ധമായി ചേർത്ത് ചാലിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അതേപോലെ ആലുവയിലൊരു ആന്റണി മാഞ്ഞൂരാൻ കൊലക്കേസ് അറിയാം. ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും 7 പേരെ കൊലപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഒരു കേഡൽ ജിൻസൺ
അവിടെ നന്തങ്കോട് ഒരു കുടുംബത്തിലെ തന്നെ 4 പേരെ വകവരുത്തുന്നതാണ്. ഇതൊക്കെ കേരളത്തിൽ സംഭവിക്കുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് മ്യൂസിയം പിന്നെ അടുത്ത് പിന്നെ അച്ഛനെ അമ്മയും കൊന്ന് പിന്നെ ഫ്രിഡ്ജിനകത്ത് വെച്ചു എന്നിട്ട് അവനിങ്ങനെ എന്തോ കളിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഒരർത്ഥത്തിൽ അന്ധവിശ്വാസങ്ങൾ വാഴുന്നുണ്ട്, അതൊരു പ്രധാന കാരണമാണ്. പക്ഷെ മറ്റൊരു കാര്യം നമ്മൾ പറയാതെ പോകൂടാ. ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇതിലെ ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നെടുമങ്ങാട് DYSP ഇന്ന് രാവിലെ 7-8 മണിയോടുകൂടി ഒരു പോസ്റ്റിൽ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിരുന്നു. വാട്സപ്പ് സ്റ്റാറ്റസ് ഒരു സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അത് പറയാനാണ്, ഏതെങ്കിലും തരത്തിൽ സിനിമ മാത്രമാണെന്നോ സിനിമ കണ്ടതുകൊണ്ട് ഇങ്ങനെ വയലൻസ് ഉണ്ടാകുമെന്നോ ഉള്ള നേരിട്ടുള്ള ബന്ധത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ആ നെടുമങ്ങാട് DYSPയുടെ പോസ്റ്റിൽ മാർക്കോ പോലുള്ള സിനിമ ആഘോഷിക്കുന്ന കാലം എന്നാണ് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടത്. പിന്നീട് അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതും സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇപ്പോൾ ആവേശം എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമയിൽ വേറൊരു രീതിയിൽ ചിത്രീകരിക്കുന്നു. ഇതൊക്കെ ചലച്ചിത്രകാരന്മാരുടെ പണി എന്ന സിനിമ മുറ എന്ന് പറയുന്ന ഒരു സിനിമ. ഈ സിനിമകളൊക്കെ എടുക്കാനുള്ള ചലച്ചിത്ര സംവിധായകരുടെ കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് തന്നെ പറയുന്നു അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ്. കാരണം ഇത് പണ്ടൊക്കെ A സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ തിയേറ്ററിൽ പോയി കാണുമായിരുന്നല്ലോ, വലിയ ബുദ്ധിമുട്ടാണ്. ഒളിച്ചും പാത്തുമൊക്കെ പോയി ഈ കുട്ടികൾ ഈ 16 വയസ്സ് മുതലുള്ള കുട്ടികൾ പോയി കാണാനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ്. കുട്ടികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് OTTയുടെ കാലമാണ്, മൊബൈൽ ഫോണിൽ സിനിമകൾ കിട്ടുന്ന കാലമാണ്. അപ്പോൾ സെൻസർഷിപ്പ് എന്നുള്ളത് ഒരു പരിധിവരെ പ്രായോഗികമായി മാറിക്കഴിഞ്ഞു. നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ മാർക്കോ പോലെ സിനിമ 18 വയസ്സുള്ള കുട്ടിയാണോ മാർക്കോ കാണുന്നത്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കാണില്ലേ? ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും തരത്തിൽ ആ സിനിമയ്ക്ക് നേരിട്ടെതിരായിട്ട്, പക്ഷേ അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്, അതിനെ ആരാണ് ഗൈഡ് ചെയ്യുക? സിനിമയിൽ തുടങ്ങുന്നതിന് മുമ്പ് കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നുണ്ടല്ലോ, ഇതിൽ പേരൻസിൻ്റെ ഗൈഡൻസ് ആവശ്യമുണ്ട് എന്ന്. ചില സിനിമകൾ എഴുതി കാണിക്കുമ്പോൾ 13 വയസ്സിന് മുകളിൽ കാണേണ്ട കുട്ടികളുടെ സിനിമകൾ, 18 വയസ്സിന് മുകളിലുള്ള കാണേണ്ട സിനിമകൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഇതൊന്നും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഈ സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ മുന്നിൽ ഒരു സമയം കൊല്ലി മാത്രമാണ്. പക്ഷേ അതിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കാറില്ല, അതുമായി ബന്ധപ്പെട്ട സൂചകങ്ങൾ നമ്മൾ ഉപയോഗിക്കാറില്ല. അതൊക്കെ ഈ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഘടകങ്ങളാണ് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ആ നെടുമങ്ങാട് DYSP വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടതുകൊണ്ടാണ് ഈ പറഞ്ഞത്. സിനിമയ്ക്കും ഇതൊരു ജെൻസി ഫോബിയ ഇപ്പോഴിറങ്ങിയ പടങ്ങളിൽ ഇപ്പോൾ ഞാൻ ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടില്ല, പക്ഷേ ഈ പണി മാർക്കോ 2 സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി തിരിച്ചാണ് കേട്ടോ, ഇതിനെതിരെയുള്ളൊരു ജെൻസി ഫോബിയ. ഞാൻ പറഞ്ഞു, സിനിമയ്ക്ക് സമൂഹത്തിലൊരു സ്വാധീനമുണ്ട്. അപ്പോൾ വയലൻസ് എന്ന് പറയുന്നത് എത്രത്തോളം അത് ഡിസ്പ്ലേ ചെയ്യുന്നു, അത്രയും വയലൻസ് കാണിച്ചാലേ ആ കഥാപാത്രത്തിനൊരു ഹൈപ്പ് കിട്ടുകയുള്ളൂ എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ കൊലപാതകം മാത്രമല്ല, പറയുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വർദ്ധിച്ചു വരുന്നൊരു കേസസിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ 2016 മുതലുള്ള 8 വർഷക്കാലം 360% ഇൻക്രീസ് ആവുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി, 360% വർധന 8 വർഷം കൊണ്ട്. നേരത്തെ അരുൺ പറഞ്ഞൊരു കാര്യം ശരിയാണ്, നമ്മുടെ സംസ്ഥാനം കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പം വടക്കേ ഇന്ത്യയിൽ, ബീഹാറിലോ ഉത്തർപ്രദേശിലോ ഒന്നും ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ അപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു അലാമിങ് സിറ്റുവേഷൻ അല്ലേ. 360% വർധന എന്ന് പറയുന്നത്, അത് ഈ പറയുന്ന ആഫ്റ്റർ കോവിഡ് അത് കൂടുതൽ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊരു അലാമിങ് സിറ്റുവേഷനാണ്, ഒരു ഡൗട്ടും വേണ്ട ഈ കാര്യത്തിനകത്ത്. ഇതൊരു അലാമിങ് സിറ്റുവേഷനാണ്. കേരളം കടന്നു പോകുന്ന ഒട്ടും തന്നെ എന്താ പറയുക, വളരെ ആശങ്കാകരമായ സാഹചര്യത്തിലേക്ക് മാറുന്നു. നമ്മുടെ വീടുകൾ അങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രശ്നം. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയ്ക്ക് വയ്ക്കാനാണ്. നമ്മൾ കുട്ടികളുമായിട്ട് സൗഹൃദം ഉണ്ടാവണം എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് പാർട്ടിയും വീടുകളിൽ കൂടുന്നുണ്ട്, ചില വീടുകളിൽ. അപ്പോൾ രക്ഷിതാക്കൾ കുട്ടികളുടെ മുന്നിലിരുന്ന് നിങ്ങൾക്ക് ബീർ കഴിക്കാം, നിങ്ങൾക്ക് മദ്യം കഴിക്കാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതൊരു തരത്തിൽ വലിയ പ്രോത്സാഹനമായി മാറുന്നുണ്ടോ? കാര്യം രക്ഷിതാക്കൾ ചിലപ്പോൾ അവിടെ നിർത്തുമായിരിക്കും, പക്ഷേ ഇത് കാണുന്ന കുട്ടികൾ പിന്നീട് ഈ പാർട്ടിക്ക് പോകുന്ന സമയത്ത് ബീറുകളോ ഇത്തരം സാധനങ്ങളോ അല്ല, അത് ഉപയോഗിക്കുന്ന പോലും അപകടകരമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്കുള്ള സബ്സ്റ്റൻസുകൾ ഉപയോഗിച്ച് തുടങ്ങും. നേരത്തെ സുജയ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ പാർട്ടികളിൽ സംഭവിക്കുന്ന ഈ കുട്ടികളോട് ഇത് മറ്റുള്ള പിയർ ഗ്രൂപ്പ് പ്രഷർ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് ഉപയോഗിക്കാതിരുന്നാൽ സോഷ്യൽ ഐസൊലേഷൻ വരും, സമൂഹത്തിൽ നിന്ന് അവനെ മാറ്റി നിർത്തും എന്നുള്ള ഭയം ഒരു കുട്ടിക്കുണ്ടാകുന്നു. അപ്പോൾ അവനെ ആ ഭയത്തിലേക്ക് എത്തിക്കുന്നത് ആ സമൂഹത്തിന് നോർമലൈസ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ സ്കൂളിൽ ഇതില്ലാതെ ഈ ആഘോഷങ്ങൾ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്കൂൾ ഫെസ്റ്റ് നടക്കുമ്പോൾ, ആനുവൽ പരിപാടികൾ നടക്കുമ്പോൾ ഇത്തരം സബ്സ്റ്റൻസുകളുടെ ഉപയോഗമുണ്ട് എന്നുള്ളതാണ് സ്കൂളുകളിൽ നിന്ന് അധ്യാപകർ തന്നെ പറയുന്നത്. ടൂർ കൊണ്ടുപോകാൻ ഭയമാണ് ചില ടീച്ചർമാർ. സ്കൂളുകൾക്ക് മുന്നിലൊക്കെ കറങ്ങി നടക്കുന്ന, ഞാനിപ്പോൾ എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലും ഉള്ളതുകൊണ്ട്, കാരണം ചർച്ചയാകുന്ന വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇതൊക്കെയാണ്. കാരണം ഈ പുറത്ത് കറങ്ങി നടക്കുന്ന ഗ്യാങ്ങുകളുണ്ട്, അവരിലേക്ക് ഈ കുട്ടികൾ എത്താതിരിക്കാൻ വേണ്ടി അത്രത്തോളം കെയർ എടുക്കുന്ന സ്കൂളുകളുമുണ്ട്. എന്നാൽ ഈ ലിബറൽ ആക്കി വിടുന്ന, അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് ലിമിറ്റ് വയ്ക്കാൻ
പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജെൻസി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൽഫ കിഡ്സിനെ ആ രീതിയിൽ വേണം നോക്കണം എന്ന് പറയുന്ന പുതുതലമുറ സ്കൂളുകളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്വകാര്യ സ്കൂളുകളിൽ കുറച്ചുകൂടി ഒരു മോണിറ്ററിംഗ് വേണ്ടതാണ് എന്നുള്ളതാണ്. ഈ സ്കൂളിന്റെ പരിസരങ്ങളിൽ സിഗരറ്റ് വിൽക്കാൻ പാടില്ല. അത് കേരളത്തിലൊരു നിയമമാണ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ ഉറപ്പാക്കണം. കാരണം ഈ സ്കൂളിന്റെ പരിസരത്തെ കടകൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഈ പെട്ടിക്കടകൾ കേന്ദ്രീകരിച്ചൊക്കെ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ പറ്റിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിന്റെ രീതികൾ മാറിയിരിക്കുകയാണ്. മാത്രമല്ല ഇതിനകത്ത് പുതിയ സിസ്റ്റമാണ് ഡ്രോപ്പിംഗ് എന്നാണ് അത്ര പറയുക. അതായത് നിശ്ചിത സ്ഥാനങ്ങളിൽ ഈ പെഡലേഴ്സ് കൊണ്ട് ഇത് കൊണ്ടിടുകയാണ് ചെയ്യുക. അത് ചിലപ്പോൾ ഒരു വേസ്റ്റ് ബിൻ ആവാം, ചില സ്ഥലങ്ങളിൽ ലെറ്റർ ബോക്സുകളാവാം. എന്തിന് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തുള്ള ചില സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന കുറ്റിക്കാടിന് സമീപത്ത് പൂട്ടിക്കിടക്കുന്ന ടയർ കടയുടെ ടയറിനുള്ളിൽ ഈ സാധനം വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് വിളിച്ചറിയിക്കുക ചെയ്യുന്നത്. അവിടെ സാധനം വെച്ച് അയാൾ സേഫായ ഡിസ്റ്റൻസിൽ എത്തുമ്പോൾ മാത്രമാണ് ആവശ്യക്കാരനോട് ഇത് പറയുന്നത്. ആ ക്വാണ്ടിറ്റി അവിടെ പോയി അയാൾ അത് എടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ എടുത്ത് സാധനം കൊണ്ടുപോകുന്നതാണ് ഈ രീതി. അപ്പോൾ നേരിട്ട് നമ്മുടെ ക്യാമറ കണ്ണുകൾക്ക് പോലും ഇത് കിട്ടില്ല. കാര്യം നമുക്ക് കിട്ടുന്നത് ആ ഈ സബ്സ്റ്റൻസ് മാത്രമാണ്. അവിടെ പോയി ക്യാമറയായിട്ട് ചെന്നാൽ ആര് വയ്ക്കുന്നു എന്നതുപോലും നമുക്ക് കിട്ടില്ല. അത്ര വിദഗ്ധമായിട്ടാണ് ഈ പെഡലർമാർ ആ റൂട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ വലിയ വിപത്തായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ, രക്ഷിതാക്കളുടെ, അധ്യാപകരുടെ, പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ, വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയൊക്കെ പൂർണ്ണമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ സഹകരണം നമ്മൾ തേടുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ നടത്താം. ആ ബോധവൽക്കരണ പരിപാടികൾ റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ്റെ മറ്റൊരു ഭാഗം. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് രഹസ്യമായി കൈമാറാം. അത് എക്സൈസ് വകുപ്പിന് കൈമാറുകയും തുടർന്നുള്ള നടപടികളും അതിൻ്റെ വാർത്താ ഫോളോ അപ്പും. അരുൺ സാർ, ഇത് ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, അതുപോലെ സിനിമ സംവിധായകരും സിനിമാ നടന്മാരും നടിമാരും അതുപോലെ തന്നെ ഈ സമൂഹത്തിലുമായി പ്രധാനപ്പെട്ട ആൾക്കാർ ഒരു വീഡിയോ എങ്കിലും എടുത്ത് ഇതിനെതിരെ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ള ഒരു വീഡിയോ എങ്കിലും. കാരണം ഇതൊരു വലിയ ക്യാമ്പയിനായി മാറുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ ഒരു വലിയ ജനങ്ങൾ ചർച്ച ചെയ്യണം. ഇത് നമ്മുടെ അവസ്ഥ ഇതാണ്, നമ്മൾ ഇത്രയധികം വലുതായി അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ജനങ്ങൾ അറിയുകയും ഇതിനെ ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റും. എന്നാൽ മാത്രം ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിനായിട്ട് തന്നെ ഇത് മാറേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ്. വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്നതാണ് റിപ്പോർട്ടർ TV മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ക്യാമ്പയിൻ. നാളെ മുതൽ തന്നെ നമ്മൾ ആ ക്യാമ്പയിൻ ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും അതിനോടൊപ്പം നിൽക്കുക. ഇതിനകം ചില വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ നമ്മൾ തന്നെ നടത്തി. നമ്മുടെ അഷ്കർ അലി കരിമ്പയുടെ റിപ്പോർട്ട് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. ഈ ഡ്രഗ് ഉപയോഗിക്കുകയും അത് വിൽക്കുകയും ചെയ്തിരുന്ന ആൾ വന്നത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നത് തുറന്നു പറഞ്ഞതും പ്രേക്ഷകർ കണ്ടു. കേരളം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് ലഹരിയെ ചെറുക്കേണ്ടതുണ്ട്. നീലാകാശത്തിലേക്ക് ചിറകു വിരിച്ചു പോകേണ്ട ഒരു പുതിയ തലമുറ ലഹരിയുടെ വലയിൽ കുടുങ്ങാതിരിക്കാൻ നമുക്കൊരുമിച്ച് കൈകോർത്തു പിടിച്ച് മുന്നോട്ട് തന്നെ പോകാം. ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ ലഹരിയുടെ അല്പമെങ്കിലും ഉപയോഗിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ സ്വർഗത്തെ നരകമാക്കാൻ അത് മതി. ജീവിതം തന്നെ അവിടെ അവസാനിച്ചു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. സേ നോ ടു ഡ്രഗ്സ് എന്ന മുദ്രാവാക്യവുമായി റിപ്പോർട്ടർ TV ഒരു വലിയ ക്യാമ്പയിൻ ആരംഭിക്കുന്നു. ആ ക്യാമ്പയിൻ്റെ ഭാഗമായി ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ നമ്മൾ തുടങ്ങുകയാണ്. പ്രേക്ഷകർക്ക് കാണാം, റിപ്പോർട്ടർ വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ്, ഹാഷ്ടാഗ് റിപ്പോർട്ടർ വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന ഈ ക്യാമ്പയിനിൽ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് ഡ്രഗ്സിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ഏതു ദൃശ്യങ്ങളും ഏതു വാർത്തയും ഏതു വിവരവും പ്രേക്ഷകർക്ക് കൈമാറാം. റിപ്പോർട്ടർ വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ്, ആ നമ്പർ പ്രേക്ഷകർ ശ്രദ്ധിക്കുക. സ്ക്രീനിൽ വരുന്ന നമ്പർ, ആ നമ്പറിൽ നിങ്ങൾക്ക് ദൃശ്യങ്ങൾ കൈമാറാം, വിവരങ്ങൾ കൈമാറാം. 7902521000 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ഈ ലഹരി വിരുദ്ധ പടപ്പുറപ്പാടിൽ പങ്കാളികളാകാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി ആ നമ്പർ പറയുന്നു, 7902521000. ഈ നമ്പറിൽ ലഹരിയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട, ലഹരിയുടെ വിപണനവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളോ വാർത്തകളോ വിവരങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ നിങ്ങൾക്ക് അറിയിക്കാം. തീർച്ചയായും ഞങ്ങളുടെ റിപ്പോർട്ടർമാരും ആർമിയും റിപ്പോർട്ടറിൻ്റെ പ്രാദേശിക ലേഖകന്മാരും റിപ്പോർട്ടർമാരും തത്സമയം ഈ വിവരങ്ങൾ അന്വേഷിക്കുകയും എക്സൈസിൻ്റെ സഹായത്തോടു കൂടി അത്തരം കാര്യങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ നമ്മൾ എത്തിക്കുകയും അധികാരികളുടെ ശ്രദ്ധയിൽ എത്തിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഹരിയെ ചെറുത്തേ മതിയാകൂ. നമുക്ക് നമ്മുടെ തലമുറയെ രക്ഷിച്ചു പിടിച്ചേ മതിയാകൂ. സേ നോ ടു ഡ്രഗ്സ്. Meet the editors.